ഹായ് ഫ്രണ്ട്സ്, രസം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. പക്ഷേ നല്ല മണമുള്ള രസം ഉണ്ടാക്കിയെടുക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് കുറച്ച് പൊടിക്കൈകളെല്ലാം ആവശ്യമാണ്. അതിനുള്ള ഒരു മെയിൻ പൊടിക്കയാണ് നല്ല മണമുള്ള രസപ്പൊടി. നമ്മളിൽ പലരും കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. പിന്നെ മുതൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ രസപ്പൊടി ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാം. ഒരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Hi friends, welcome to Nubas Yummy Recipes. Subscribe to Nubas Yummy Recipes and click on the bell. രസപ്പൊടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പരന്ന പാത്രം, നോൺ സ്റ്റിക്ക് പാനോ ചീനച്ചട്ടിയോ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലോട്ട് ആദ്യം നിങ്ങൾ കുരുമുളകാണ് ചേർക്കേണ്ടത്. ഇവിടെ 4 സ്പൂൺ കുരുമുളക്, ടീസ്പൂൺ കണക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ഇത്തരത്തിലൊരു സ്പൂൺ ഉണ്ടാവുമല്ലോ, ഈ സ്പൂൺ കണക്കിലാണ് ഞാൻ ചേർക്കുന്നില്ല. 4 സ്പൂൺ കുരുമുളക് നിങ്ങൾ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മണം വ്യത്യാസം വരുന്നവരെ ചൂടാക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ തുവരപ്പരിപ്പാണ് ചേർത്തത്. ഇതും 4 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മൾ കളർ വ്യത്യാസം വരേണ്ട ആവശ്യമില്ല. ഇത് മണം വ്യത്യാസം വരുന്നവരെ ചൂടാക്കാം. അതും ഒരു 30 സെക്കൻഡോളം ചൂടാക്കിയാൽ മതിയാകും. എന്നിട്ട് അത് നമ്മളൊരു പാനിലോട്ട് മാറ്റാം. അടുത്തത് 2 സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. കുരുമുളകും തുവരപ്പരിപ്പും 4 സ്പൂണ്, കടലപ്പരിപ്പ് 2 സ്പൂൺ ചേർത്ത് കൊടുത്ത് അത് ഇതേപോലെ ഒന്ന് മണം വരുന്നവരെ ചൂടാക്കിയിട്ട് ആ പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഒരു കാര്യം ചിന്തിക്കുക, മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി ഇതിലോട്ട് 8 സ്പൂൺ മല്ലിയാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങളൊരു 2 മിനിറ്റ് നേരത്തേക്ക്, നമ്മൾ ഉണക്കാൻ വെക്കാത്ത മല്ലിയാണെങ്കിൽ ഒരു 1.5 മിനിറ്റ് നേരത്തേക്കും, ഉണക്കിയ മല്ലിയാണെങ്കിൽ 1 മിനിറ്റ് നേരത്തേക്കും ചൂടാക്കുക. നല്ല മണം കിട്ടുന്നവരെ ചൂടാക്കിയിട്ട് അത് ആ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നിങ്ങൾ 4 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, മല്ലി മാത്രമാണ് ഇരട്ടിക്ക് ചേർത്തത്, ബാക്കിയെല്ലാം 4 സ്പൂണാണ്. കടലപ്പരിപ്പ് 4 സ്പൂൺ ചേർക്കാം, ഇഷ്ടമില്ലെങ്കിൽ 2 സ്പൂണും ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഇതേപോലത്തെ ഉണക്കമുളക്, വറ്റൽമുളക്, അതിൻ്റെ ആ തണ്ട് മാറ്റിയത് 10 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. അത് ഇതേപോലെ ചൂടാക്കിയെടുക്കാം. കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് എരിവുണ്ടാവും. അപ്പോൾ വറ്റൽമുളക് അധികം ചേർക്കണ്ട, ഒരു 10 എണ്ണം ധാരാളം. ഇത് ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 1.5-2 മിനിറ്റ് നേരത്തേക്ക് ചെറു ചൂടിൽ ചൂടാക്കിയെടുത്തതിന് ശേഷം അതും പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നിങ്ങൾ കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, ഒരു 2 കൊത്ത് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത് ചൂടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോ തന്നെ ശ്രദ്ധിക്കാം, ആ ശബ്ദ വ്യത്യാസം, അതായത് ആ ഒരു ക്രിസ്പി ശബ്ദം കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദം പോലെ നല്ല ക്രിസ്പി ശബ്ദം വരുന്നവരെ ചൂടാക്കിയെടുക്കാം. ഒരു 1.5-2 മിനിറ്റ് നേരം ഇതിന് വരും. അതും പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്തത് ഇതിലോട്ട് വെന്തയം, 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂണും താഴെ വെന്തയം എടുക്കുക. വെന്തയം അധികം ആയാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും, അത് കാരണം ഒരു 1/4 സ്പൂണും താഴെ മതി. ഇനി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചൂടാക്കി വെച്ചതെല്ലാം തന്നെ ഒന്ന് ചൂട് ആറാനായിട്ട് അനുവദിക്കാം. ഇപ്പം തന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ഇതൊരു പൗഡർ ഫോമിലോട്ട് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സമയം ചൂട് പോയതിന് ശേഷം ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ള ഈ പാനിൽ നിങ്ങൾ ഒരു 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ കായപ്പൊടി ചേർത്തിട്ട് അത് ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ. ഒരു 10 സെക്കൻഡോളം മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ കയ്പ്പ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ പൊടിക്കാനുള്ള എല്ലാം തന്നെ ഒരു മിക്സിയിലിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഈ കറിവേപ്പില എല്ലാം നിങ്ങളൊന്ന് മിക്സ് ചെയ്തിടുക. അതിലോട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം 3-4 പൾസസ് ആയിട്ട് പൊടിക്കുക ഇതേപോലെ. പിന്നെ അതിനുശേഷം ഒരു 20 സെക്കൻഡ് ഫുൾ സ്പീഡിൽ പൊടിക്കുക. എന്നിട്ട് സ്പീഡ് കുറച്ചിട്ട് മാക്സിമം 20-25 സെക്കൻഡ് പൊടിച്ചാൽ മതിയാകും. അപ്പോൾ നോക്കൂ, ഇതേപോലെ നല്ല പൗഡർ ഫോമിലായിട്ടുണ്ട്. ഒരുപാട് പൗഡർ പോലെ ആവണ്ട. ഇനി ഇതിലോട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള കായപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് നിങ്ങൾ ഒരു 10 സെക്കൻഡോളം പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അതേ നിറത്തിലുള്ളൊരു മഞ്ഞ നിറം ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല മണമുള്ള രസപ്പൊടി തയ്യാറായിട്ടുണ്ട്. നമുക്ക് സദ്യക്കും അല്ല വീട്ടിൽ അല്ലാണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും ഈ പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതെന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ചൂട് പോയതിന് ശേഷം മാത്രം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നിങ്ങൾ എടുത്ത് വെക്കാം. എത്ര ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്കിത് എടുത്ത് വെക്കാം. സാധാ റൂം ടെമ്പറേച്ചറിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി കാണാം. അതിനുവേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.